ഹായ് എവരിബഡി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. കോളേജ് വിട്ട് വൈകുന്നേരങ്ങളിൽ വീട്ടിലൊക്കെ എത്തുമ്പോൾ എന്തോ ഒരു ക്ഷീണമാണ്, അല്ലേ? വല്ലാത്ത ക്ഷീണം. പുറത്തു പോയി വന്നാലെല്ലാം ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നില്ലേ? പലരും പറയാറുണ്ട്. പിന്നെ വന്നാലുടനെ ഒന്ന് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറായിട്ട് പുറത്തേക്ക് വന്ന് ചെടികളോടും പൂക്കളോടും ഒക്കെ വർത്തമാനം പറഞ്ഞും അവയ്ക്ക് സ്നേഹത്തോടെ കുറേ വെള്ളം കൊടുത്തും തലോടിയും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു നല്ല സന്തോഷം തോന്നും. അതാ നമ്മുടെ കൊച്ചു കൂട്ടുകാർ വീടിൻ്റെ മുമ്പിൽ കട്ട് റോഡാണ്. വാഹനങ്ങൾ കുറവാണെങ്കിലും വളവും തിരിവും ഉള്ളതുകൊണ്ടായി ദൂരെ നിന്നേ കാർ അല്ലെങ്കിൽ ബൈക്കൊക്കെ വരുമ്പോൾ ഓണടിച്ചിട്ടാണ് വരുന്നത്. അവർക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സവാരി ഗിരിഗിരിയൊക്കെ ഉണ്ടാവുമെന്ന്. അവരെ കാണുമ്പോൾ മനസ്സിലൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഇപ്പം നാളെ സാറ്റർഡേ സൺഡേ ലീവ് ഡേയ്സാണ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ഈവനിങ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങൾ. സൈക്കിൾ കൊണ്ടങ്ങ് പറക്കുകയാണ്. ഇന്ന് വാലൻറ്റൈൻ ഡേ കൂടിയാണല്ലോ, അല്ലേ? ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക്കായ ദിനം. ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തി റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് വാലൻറ്റൈൻ എന്നയാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ്. അപ്പം വിവാഹം കഴിഞ്ഞ് പുരുഷന്മാർ കുടുംബത്തിൻ്റെ ചിന്തയേ ഉള്ളൂ, യുദ്ധത്തിൽ വീര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലോഡിയസ് രണ്ടാമൻ ചക്രവർത്തി തഞ്ചലെ വിവാഹം അവർക്ക് നിരോധിച്ചതാണ്. പക്ഷേ ബിഷപ്പിന് തൻ്റെ ജയിലറുടെ മകളുമായിട്ട് അല്പം പ്രണയം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ രാജാവ് വാലൻറ്റൈൻ്റെ തല വെട്ടാൻ വേണ്ടി ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രണയിക്ക് ഇങ്ങനൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഫ്രം യുവർ വാലൻറ്റൈൻ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വാലൻറ്റൈൻ ഡേ ആഘോഷിക്കുന്നത്. ഇന്ത്യ മറക്കാത്ത ഒരു ദിനം കൂടിയാണിന്ന്, പുൽവാമ ദിനം, ബ്ലാക്ക് ഡേ. രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നതിന് ഇന്ന് 6 വർഷം പിന്നിടുകയാണ്. 40 CRPF ഭടന്മാരാണ് അവർക്ക് ജീവൻ നഷ്ടമായത്. ആ ധീര രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ രാജ്യം പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതാ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ മുറ്റത്ത് വന്ന് കയറിയിരിക്കുന്നു. എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുക്കാമെന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ എന്താ തിരിച്ച് വിഷ് ചെയ്തെന്നറിയാമോ? ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. കുട്ടി മാമ, ഞാനങ്ങ് ഞെട്ടി. മാമ പറഞ്ഞിട്ടതാ ഒന്നും അറിയാത്ത പോലെ തിരിച്ചൊറ്റ പോക്കാണേ, അല്ലേ? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ വാലൻറ്റൈൻ എന്താണ്, പുൽവാമ എന്താണെന്നൊക്കെ ഒരു പക്ഷേ അവർക്ക് ചെറുതായിട്ടറിയാം, ആരെങ്കിലും പറഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി നമ്മളങ്ങനെ ഫ്രൈഡേ വാലൻറ്റൈൻ ദിനം ആഘോഷിച്ചു. നോക്കി അവർ പോകുന്ന പോക്കെല്ലാം കാണാം. കുറേ സമയം ഇവിടെ നിന്ന് മധുരം നുണഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് നുണഞ്ഞുകൊണ്ടെല്ലാം നിൽക്കുകയാണ്. എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്കിവരെ കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാ പോകുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് എന്തായാലും, അല്ലേ? കുഞ്ഞു കുട്ടികളുടെ ഞാൻ പറയും ശ്രദ്ധിക്കണേന്ന് പറയും. അവർ അങ്ങനെ പോയി. എൻ്റെ ഫ്രൈഡേ കഴിഞ്ഞു, സന്ധ്യയായി, രാത്രിയാവാനായി. ഇങ്ങനെ എന്തായാലും അവർക്കൊരു ബൈ ബൈ പറയാമെന്ന് ഞാനും വിചാരിക്കുകയാണ്. ഗേറ്റിൻ്റെ അടുത്ത്